നമസ്കാരം പ്രിയമുള്ളവർ, ഈ വീഡിയോ ചെയ്യാൻ ഞാൻ 2 ദിവസം മനഃപൂർവ്വം വൈകി. അതിന് കാരണം നമ്മളൊരു വികാര വിക്ഷുബ്ധതയിൽ നമ്മൾ സംസാരിക്കരുത് എന്നതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു റൂൾ. ഈ വീഡിയോ സോഫിയ ഖുറേഷിയെക്കുറിച്ചാണ്. ഇന്ന് രാജ്യം അഭിമാനം കൊള്ളുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ സോഫിയ ഖുറേഷി ആരാണ്? UN നിയോഗിച്ച പീസ് കീപ്പിംഗ് മിഷനിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതയാണ് സോഫിയ ഖുറേഷി. ഈ കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ, കോൺഫ്ലിക്റ്റിൽ ഇന്ത്യൻ സൈന്യത്തിന് ധീരമായ നേതൃത്വം നൽകാൻ മുമ്പിൽ നിന്ന വനിതയാണ് സോഫിയ ഖുറേഷി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഈ രാജ്യം പാകിസ്ഥാന് കൊടുത്ത മറുപടിയെക്കുറിച്ച് ലോകത്തോട് പറയാൻ ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ സോഫിയ ഖുറേഷിയെ നിർദ്ദേശിച്ചതും സോഫിയ ഖുറേഷിയെ മുന്നിൽ നിർത്തിയതും എത്ര അഭിമാനകരമായ നിമിഷവും എത്ര അഭിമാനകരമായ നാളുകളുമായിരുന്നു. എന്നാൽ രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ടും അമ്പരപ്പിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ഈ രാജ്യത്ത് മധ്യപ്രദേശിലെ വിജയ് സാഹ എന്ന് പറയുന്ന ഒരു മന്ത്രി, അവരെക്കുറിച്ച് നടത്തിയൊരു പരാമർശം വലിയ വിവാദമാവുകയും ആ വിവാദം സുപ്രീം കോടതി വരെ എത്തുകയും ഒടുവിൽ സുപ്രീം കോടതി ഒരു കാരണവശാലും മന്ത്രിയുടെ വാക്കുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും പരാമർശിക്കുകയുണ്ടായി. ഞാൻ ഈ രാജ്യത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വിജയ് സാഹയുടെ വാക്കുകൾ ഒരു വ്യക്തിയുടെ വൈകൃതമായി നിങ്ങൾ കാണരുത്. കഴിഞ്ഞ ഏറെ കാലമായി ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നു വരുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടത്. പനി വരുന്നത് ഒരു രോഗമല്ല, പനി ഒരു രോഗലക്ഷണമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ മതേതര ജനാധിപത്യ സംസ്കാരത്തിൽ വിജയ് സാഹയുടെ വാക്കുകൾ കാണിക്കുന്നത് രാജ്യത്തിന് ഉള്ള രോഗലക്ഷണമാണ് കാണിച്ചത്. വിജയ് സാഹ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈകൃതമല്ല, അദ്ദേഹത്തെ സ്വാധീനിച്ച, പിടികൂടിയ ആ പ്രത്യയശാസ്ത്ര സ്വാധീനത്തിൻ്റെ വൈകൃതമാണ് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വന്നത്. ഒന്നോർത്ത് നോക്കണം, ഇത്രയും അഭിമാനകരമായ രാജ്യം ഒറ്റക്കെട്ടായി രാജ്യത്തിന് നേരെ വന്ന വെല്ലുവിളിയെ നേരിട്ട് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു പരാമർശം നടത്താൻ കേവലം ഒരു സാധാരണ BJP-കാരനോ സംഘപരിവാറുകാരനോ അല്ല, ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും നിലനിർത്താൻ ഉത്തമ ബോധ്യവും ബാധ്യതയുമുള്ള ഒരു മന്ത്രിയിൽ നിന്നുണ്ടായ പരാമർശമാണ്. അത് വളരെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും 100% ഹിന്ദുക്കളെ എടുത്താൽ അതിൽ 1% ഈ നിലയിൽ ചിന്തിക്കുന്നവരായിരിക്കില്ല. മേ ബി ലെസ് ദാൻ 0.5% ആ ഹിന്ദു സഹോദരന്മാർ, അവര് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ആ ന്യൂനപക്ഷമാണ് ഈ രാജ്യത്തിന്റെ അപകടം, അല്ലാതെ മറ്റൊരു ന്യൂനപക്ഷമല്ല. വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ രോഗാതുരരായ ഒരു ന്യൂനപക്ഷം, അത് ഹിന്ദുക്കളിലും അത് മുസ്ലിങ്ങളിലും അത് ക്രിസ്ത്യാനികളിലുമുണ്ട്. ആ ന്യൂനപക്ഷമാണ് ഈ രാജ്യത്തിൻ്റെ അപകടം. അതുകൊണ്ടാണ് RSSന്റെയും സംഘപരിവാറിൻ്റെയും പ്രത്യയശാസ്ത്രത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോഫിയ ഖുറേഷിയുടെ വാക്കുകൾ ഈ രാജ്യത്തിൽ ദിശാബോധം നൽകുന്നതാണ്. ഞാൻ മുസൽമാനാണ്, പക്ഷേ ഞാൻ തീവ്രവാദിയല്ല. ഞാൻ ഈ മതത്തെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നവർക്ക് നേരെ പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ രാജ്യത്തിന് വേണ്ടി ധീരോദാത്തമായി നേതൃത്വം നൽകിയവരാണ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെയും മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെയും സിഖുകാരൻ്റെയും പാഴ്സിയുടെയും വികാരമാണ് സോഫിയ ഖുറേഷിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ തീവ്രവാദികളല്ല. മതത്തെ ഉപയോഗിച്ച് തീവ്രവാദം നടത്തുന്നവരെ പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. സോഫിയ ഖുറേഷിയെ പോലെ ജീവൻ പണയം വെച്ച് ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടാനുകോടി മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സത്വത്തെയാണ് വിജയ് സാഹ എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്കുകളിലൂടെ, ആ ഐക്യത്തെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് രോഗലക്ഷണമാണ്. ഈ രോഗത്തെ നമുക്ക് പരാജയപ്പെടുത്തണം. ആദ്യകാലങ്ങളിൽ തന്നെ ചികിത്സിച്ച് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തുകൊണ്ടാണ് BJP-യും സംഘപരിവാറും ആ മന്ത്രി ആ വാചകം പറഞ്ഞ അതേ നിമിഷം ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാത്തത്? എന്തുകൊണ്ടാണ് അതുപോലൊരു സന്ദേശം ഈ രാജ്യത്തിന് നൽകാത്തത്? ഒരു വ്യക്തിയല്ല ഇവിടെ പ്രശ്നം. ഞാൻ ആവർത്തിച്ചു പറയുന്നു,
ഈ പ്രത്യയശാസ്ത്രമാണ്. ഈ പ്രത്യയശാസ്ത്രം അഫക്റ്റഡ് ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്തിന്റെ വെല്ലുവിളി. സോഫിയ ഖുറേഷിയെ പോലുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടാനുകോടി മതത്തിനപ്പുറമുള്ള ധീരദേശാഭിമാനികളാണ് ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ഐക്യം, ഈ രാജ്യത്തിന്റെ കരുത്ത്. നമുക്ക് സോഫിയ ഖുറേഷിയെ സല്യൂട്ട് ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള വിഘടനവാദികളെ, വർഗീയവാദികളെ ഒറ്റപ്പെടുത്തി അവർക്കെതിരെയും നമുക്ക് പോരാട്ടം പ്രഖ്യാപിക്കാം. നന്ദി.